ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറച്ചി നന്നായിട്ട് കഴുകിയെടുക്കുക. നമ്മുടെ 2 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് അതിന് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ഉപ്പ്, നല്ല മുളക് പൊടി ഇതൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വേവിച്ച ഇറച്ചിയെ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ അടുപ്പിലിട്ട് ചെയ്തെടുക്കുന്ന, അടുപ്പിലാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. എന്നിട്ട് നല്ല അതിനെ വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ആ എണ്ണയിലോട്ട് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യാൻ നോക്കുക. വെളിച്ചെണ്ണയാകുമ്പം കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റും ആ ഒരു നല്ല മണമും കിട്ടും. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇതൊക്കെ ചേർത്ത് നല്ല വഴറ്റി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ആ ബീഫ് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. ഈ മുളക് പൊടി നമ്മൾ കളറിനും എരിക്കും വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിലയും ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ് ചേർത്തത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നല്ല വഴറ്റണം. ഇങ്ങനെ നല്ല വഴറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരപ്പൊടി ചേർക്കാം. ഞങ്ങളോട് ശകലം ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് കുറച്ച് ദിവസം കേടാകാതെ വെച്ച് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കായപ്പൊടിയൊക്കെ ചേർത്ത് ഇതത്രയും ചേർത്തിട്ട് നമ്മളിങ്ങനെ നല്ല വഴറ്റിങ്ങനെ നല്ല കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നല്ല വഴറ്റി കൊടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ കുറച്ചിങ്ങനെ കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഇത്തിരി വെള്ളം വേണം, കറി കുറച്ച് വേണമെങ്കിൽ അങ്ങനെ. എന്നിട്ട് ഇതിനെ നല്ല വഴറ്റി കൊടുക്കുക. നല്ല വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ 4 ചുറ്റും ആ എണ്ണ ഇങ്ങനെ പടർന്ന് വരുന്നത് കാണാം. അങ്ങനെ തിളയ്ക്കുന്നത് കണ്ടോ? ഇങ്ങനെ 4 ചുറ്റും ആ എണ്ണ ഇങ്ങനെ പടർന്ന് വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു അളവ്. കണ്ടോ? ആ ഒരു കണ്ടോ കറണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പം കണ്ടോ? നമുക്ക് നല്ല വെള്ളം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നമുക്കിതാ പാകം. കണ്ടോ? നല്ല തിളയ്ക്കുന്നതുണ്ട്. ആ എണ്ണ കണ്ടോ? ആ എണ്ണ ഇങ്ങനെ ചുറ്റും നമ്മൾ ഈ അലുവയൊക്കെ കിണ്ടുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ 4 ചുറ്റും ഇങ്ങനെ വരുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. എന്നിട്ട് ഇങ്ങനെ നല്ല തിളപ്പിച്ചെടുക്കുക. നല്ലൊരു ബീഫ് അച്ചാർ റെഡിയാണ്. ചോറിൻ്റെ കൂടെയും ഇപ്പോൾ കാപ്പിയുടെ കൂടെയൊക്കെ നമുക്ക്